പ്രിയമുള്ളവരെ, വചനജ്വാല 1056 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ 22 തിങ്കളാഴ്ച എല്ലാവർക്കും നല്ല സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ ഈ നല്ല ദിവസത്തെ വചനവായന 1 മക്കബായരുടെ പുസ്തകം 2-ാം അധ്യായം 29 മുതൽ 48 വരെയുള്ള തിരുവാക്യങ്ങളാണ്. സാപത്തിൽ യുദ്ധം. നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊണ്ടിരുന്ന വളരെ പേർ വനാന്തരങ്ങളിലേക്ക് താമസം മാറ്റി. അവരോടൊപ്പം പുത്രന്മാരും ഭാര്യമാരും ആടുമാടുകളും ഉണ്ടായിരുന്നു. ദുരിതങ്ങളുടെ ആധിക്യമാണ് അവരെ ഇതിനെ പ്രേരിപ്പിച്ചത്. രാജകൽപ്പന നിരസിച്ചവർ വനാന്തരങ്ങളിലെ ഒളിസ്ഥലങ്ങളിലേക്ക് പോയി എന്ന് രാജസേവകന്മാർക്കും ദാവീദിന്റെ നഗരമായ ജെറൂസലേമിലെ ഭടന്മാർക്കും വിവരം ലഭിച്ചു. വളരെ പേർ അവരെ അനുധാവനം ചെയ്തു. അവരെ മറികടന്ന് അവർക്കെതിരായി പാളയമടിച്ചു. സാബത്ത് ദിവസം അവരെ ആക്രമിക്കാൻ സന്നാഹങ്ങൾ ഒരുക്കി. അവർ വിളിച്ചു പറഞ്ഞു, എതിർപ്പ് അവസാനിപ്പിക്കുവിൻ, പുറത്തു വന്ന് രാജാവ് കൽപ്പിക്കുന്നത് അനുസരിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ജീവൻ സുരക്ഷിതമായിരിക്കും. അവർ പ്രതിവചിച്ചു, ഞങ്ങൾ വരികയില്ല, രാജശാസനപ്രകാരം പ്രവർത്തിച്ച് ഞങ്ങൾ സാബത്ത് ദിവസം അശുദ്ധമാക്കുകയില്ല. ഉടനെ ശത്രുക്കൾ അവരെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തു. എന്നാൽ അവർ ശത്രുക്കൾക്ക് ഉത്തരം നൽകുകയോ അവർക്ക് നേരെ കല്ലെറിയുകയോ തങ്ങളുടെ ഒളിസങ്കേതങ്ങളിൽ പ്രതിരോധം ഏർപ്പെടുത്തുകയോ ചെയ്തില്ല. നിഷ്കളങ്കരായി തന്നെ ഞങ്ങൾ മരിക്കട്ടെ, അന്യായമാണ് നിങ്ങൾ ഞങ്ങളെ കൊല്ലുന്നത് എന്നതിന് ആകാശവും ഭൂമിയും സാക്ഷി. ഇതായിരുന്നു അവരുടെ പ്രതികരണം. ശത്രുക്കൾ സാബത്ത് ദിവസം അവരെ ആക്രമിച്ചു. 1000-ഓളം ആളുകൾ ഭാര്യമാരോടും കുട്ടികളോടും ആടുമാടുകളോടുമൊപ്പം മരണമടഞ്ഞു. ഇതറിഞ്ഞ മത്താത്തിയാസും സ്നേഹിതരും അവരെ ഓർത്ത് തീവ്രമായി വിലപിച്ചു. അവർ പരസ്പരം പറഞ്ഞു, നമ്മളുടെ സഹോദരന്മാരെ അനുകരിച്ച് ജീവനും പ്രമാണങ്ങൾക്കും വേണ്ടി നമ്മളും വിജാതിയർക്കെതിരെ യുദ്ധം ചെയ്യാതിരുന്നാൽ അവർ വേഗം നമ്മെ ഭൂമുഖത്തും തന്നെ നിർമ്മാർജ്ജനം ചെയ്യും. അന്ന് അവർ അങ്ങനെ തീരുമാനിച്ചു. സാബത്ത് ദിവസം നമ്മെ ആക്രമിക്കാൻ വരുന്നവരോട് നാം യുദ്ധം ചെയ്യണം. നമ്മുടെ സഹോദരർ ഒളിസങ്കേതങ്ങളിൽ മരിച്ചു വീണതുപോലെ നമുക്ക് സംഭവിക്കാൻ ഇടയാകരുത്. ഇസ്രായേലിലെ ധീരയോദ്ധാക്കളായ ഫരിസേയരുടെ ഒരു സമൂഹം അവരോട് ചേർന്നു. നിയമത്തിന് വേണ്ടി സ്വമനസ്സ തങ്ങളെ തന്നെ സമർപ്പിച്ചവരായിരുന്നു അവർ. ക്ലേശങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പലായനം ചെയ്തവരും അവരോട് ചേർന്ന് അവരുടെ ശക്തി വർദ്ധിപ്പിച്ചു. അവർ ഒരു സൈന്യം സംഘടിപ്പിച്ച് പാപികളെയും നിയമനിഷേധകരെയും ഉഗ്രകോപത്തോടെ അരിഞ്ഞു വീഴ്ത്തി. രക്ഷപ്പെട്ടവർ വിജാതിയരുടെ അടുക്കലേക്ക് അഭയം പ്രാപിച്ചു. മത്താത്തിയാസ് കൂട്ടരും ചുറ്റി നടന്ന് ബലിപീഠങ്ങൾ തകർത്തു. ഇസ്രായേലിന്റെ അതിർത്തിക്കുള്ളിൽ അപരിച്ഛേദരായി കണ്ട ബാലന്മാരെ അവർ ബലമായി പരിച്ഛേദനം ചെയ്തു. ധിക്കാരികളെ അവർ വേട്ടയാടി. അവരുടെ ഉദ്യമം ഫലമണിഞ്ഞു. വിജാതിയരുടെയും രാജാക്കന്മാരുടെയും കൈകളിൽ നിന്ന് നിയമത്തെ അവർ പരിരക്ഷിച്ചു. പാപിയുടെ കരം പ്രബലമാകാൻ അവർ അനുവദിച്ചില്ല. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ നമുക്കേറെ സുപരിചിതയായ മഗ്ദലേനായിലെ വിശുദ്ധ മേരിയെ അനുസ്മരിക്കുന്ന ദിവസമാണ്. നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവത്തിലും
പുനരുത്ഥാന രംഗത്തും പ്രത്യക്ഷപ്പെടുന്ന മേരി മഗ്ദലേനയും 7 പിശാചുക്കൾ പുറത്താക്കപ്പെട്ട മേരിയും ബെഥനിയിലെ ലാസറിന്റെ സഹോദരി മേരിയും ശിമയോന്റെ വിരുന്നിൽ ഈശോയുടെ പാദത്തിൽ വീണ അജ്ഞാതനാമമായ പാപിനിയും 1 2 3 അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ കണ്ണുനീരുകൊണ്ട് പാപം കഴിയത് മേരി മഗ്ദലന അല്ലെന്നാണ് ആധുനികർ പറയുന്നത്. ഈശോയെ അത്യധികമായി സ്നേഹിച്ച ഒരാളാണ് മേരി മഗ്ദലേന. മഗ്ദലേന എഫേസൂസിൽ മരിച്ചുവെന്നും ഫ്രാൻസിൽ പ്രോവിൻസിൽ ലാസറും സഹോദരിയുമൊപ്പം ജീവിച്ച് മരിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട്. എന്തു തന്നെയായാലും നമുക്കേറെ സുപരിചിതയായ മേരി മഗ്ദലേനായുടെ മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ ഈ നല്ല ദിവസത്തേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു.